എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞുപോയി. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും അല്ലേ, ഗുരുവായൂരമ്പലം നടയിൽ ചെന്ന് കഴിയുമ്പോൾ. ശ്രീകൃഷ്ണ ജയന്തി വരികയാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഒരു നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാം. കാലക്കുണ്ട് എന്നാണ് ആ സ്വീറ്റിന്റെ പേര്. രാജസ്ഥാനി ട്രഡീഷണൽ ഡിഷാണത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാവ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അതിന്റെ ടെക്സ്ചർ ആയിട്ട് തോന്നും, മാവ, മിൽക്ക് ബർഫി അങ്ങനെയുള്ളതൊക്കെ. പക്ഷേ ഇത് ബർഫി പോലെ ഹാർഡല്ല, ഇത് കുറച്ച് സോഫ്റ്റ് ആണ്. 3 ഇൻഗ്രീഡിയൻസ് മതി. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ശ്രീകൃഷ്ണ ജയന്തിക്ക് മാത്രമല്ല, നമുക്ക് ദീപാവലി വരികയാണ്. ദീപാവലിക്കും ഇങ്ങനെ ഒരു സ്വീറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാം. 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കും ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസം വരെ അതിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മിൽക്കി മിസ്റ്റിൻ്റെ പനീർ എടുത്തിട്ടുണ്ട് 200 ഗ്രാംസ്. അമൂലിൻ്റെ മിൽക്ക് മെയ്ഡ് സെയിം 200 ഗ്രാംസ് ആണ്. പിന്നെ പിസ്താച്ചിയോസ്, അതും കുറച്ച് എത്രത്തോളം വേണോ അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അതുണ്ടെങ്കിൽ ഇതിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ കാർഡമം അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പാല് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ലൈം ഡ്രോപ്സ് ഒറ്റിച്ചതിന് ശേഷം കുറച്ച് നേരം അത് മസ്ലിൻ തുണിയിൽ കെട്ടി വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം എടുത്തിട്ട് അതും യൂസ് ചെയ്യുക. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പനീർ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്ന ഏലക്ക ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാക്കി വന്നതുകൊണ്ട് ഞാൻ ചായ വെക്കുകയാണ് ഇടയിൽ കൂടെ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ എന്താണ് ഞാൻ ചെയ്യണതെന്ന് നോക്കുന്നുണ്ടാവും അല്ലേ. പെട്ടെന്ന് ഞാൻ ഈ ബാക്കി വന്ന ഈ ഏലക്ക കൊണ്ട് ചായ ഉണ്ടാക്കുക. അപ്പോൾ ഏലക്ക പൊടിച്ച അതേ ജാറിലാണ് ഞാൻ പിസ്താച്ചിയോസ് അടിച്ചെടുക്കുന്നത്. പിസ്താച്ചിയോസ് അടിച്ചെടുത്തു. നല്ല പൊടിയാകണ്ട, കരകരാന്നിരിക്കണം. പിന്നെ ഞാൻ ഇവിടെ ചായ തിളപ്പിക്കുന്നുണ്ട്. ഇതിൽ കാർഡമം പൗഡർ ബാക്കി വന്നത്, അതായത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം വന്ന ആ തരി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചായ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാറില്ല, അത് ജാഗരി പൗഡറാണ്. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സ്വീറ്റ് ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ നല്ലൊരു കാർഡമം ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു. ആ ഫുൾ ടിൻ 200 ഗ്രാംസ് അത് ഫുള്ള് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 200 ഗ്രാംസ് ഞാൻ പനീരും, ക്രംബിൾ ചെയ്ത പനീരാണിത്, അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇങ്ങനെ സോട്ട് ചെയ്യണം. കുറച്ച് നേരം സോട്ട് ചെയ്യണം. അതായത് ഏകദേശം 8 തൊട്ട് 10 മിനിറ്റ് വരെ സോട്ട് ചെയ്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡി ആയി കിട്ടും കേട്ടോ. 10 മിനിറ്റിന് താഴെ എന്ന് പറഞ്ഞത് പെർഫെക്റ്റ് ആണ്. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പതുക്കെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അത്രത്തോളം ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇളക്കി തുടങ്ങുമ്പോൾ കണ്ടൻസ് മിൽക്കൊക്കെ ഒന്ന് കുറച്ചൊന്ന് ലിക്വിഡ് പരുവത്തിലേക്ക് ആയി വരാറുണ്ട് കൺസിസ്റ്റൻസി. അത് കണ്ടിട്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് വന്നോളൂ. ഈ സമയത്ത് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് നോക്കി. അപ്പോൾ മണമൊക്കെ ഉണ്ട്, പക്ഷേ ടേസ്റ്റ് വരുമ്പോൾ അത് കുറച്ചൊന്ന് ഏലക്കയുടെ ഫ്ലേവർ കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ രണ്ടാമത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഓരോ ഫ്ലേവറും എല്ലാം. പിസ്താച്ചിയോസ് കുറച്ച് നല്ലോണം വേണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റും. അപ്പോൾ ഇത് നല്ലൊരു മധുരമുള്ള സ്വീറ്റ് ആയതുകൊണ്ട് കണ്ടൻസ് മിൽക്കിൻ്റെ ധാരാളം മതി. ഇതിനകത്ത് പഞ്ചസാര വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ രണ്ടാമത് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്, ഏലക്കാപ്പൊടി കാർഡമം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറുക്കി എടുക്കുകയാണ്. നന്നായിട്ട് സൈഡിൽ നിന്നെല്ലാം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ലോണം വിട്ട് വന്നത് തിക്കാകും. ഇത് തിക്കായതിന് ശേഷം ഫ്രിഡ്ജിൽ 2 തൊട്ട് 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, റൂം ടെമ്പറേച്ചറിൽ കൂളായതിന് ശേഷം. എന്നാലേ അത് നല്ലൊരു കട്ടിയായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് തട്ടിട്ടിയുടെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഏത് മോൾഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ പ്ലേറ്റ് എടുത്തത്. അപ്പോൾ നെയ്യൊക്കെ എടുത്ത് തടവിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ്ചർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഞാനത് കൂളാവാൻ വെച്ചു റൂം ടെമ്പറേച്ചറിൽ. അതിനുശേഷം 2 to 4 hours ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ പിസ്താച്ചിയോസ് നമ്മൾ ഒന്ന് കരകരാന്ന് അരച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് അതിൻ്റെ മേളിൽ കൂടിയിട്ടൊന്ന് ഇങ്ങനെ തൂക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തിട്ടും അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റാക്കി അത് നമുക്കിങ്ങനെ ഒരു സ്പെച്ചുല കൊണ്ട് അതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കാലക്കുണ്ട് ഇവിടെ റെഡിയായി. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇനി സെറ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം റൂം ടെമ്പറേച്ചർ, പിന്നെ ഫ്രിഡ്ജിൽ 2 to 4 hours. ഓക്കെ. അപ്പോൾ നമ്മുടെ കാലാക്കുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാലാക്കുണ്ട് എന്നുള്ളതിന് കാലാകന്ത് എന്ന് കൂടെ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എവിടുന്ന് പഠിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ നാസിക്കിൽ എൻ്റെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടൊരു ഇന്റേൺഷിപ്പിന് പോയപ്പോൾ അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പഞ്ചാബി. ആ പഞ്ചാബിയുടെ അമ്മ നിറയെ രാജസ്ഥാനി ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു റെസിപ്പിയാണിത്. 20 വർഷമായി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ റെസിപ്പി ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ അത്ര ടേസ്റ്റും, പിന്നെ അതൊരു നോർത്ത് ഇന്ത്യൻ ടച്ചുണ്ട്, പിന്നെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായവും പറയണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വൃന്ദാവന സ്ഥിതം നാരായണം
ദേവവൃന്ദേരഭേ സ്ഥിതം നാരായണം നാരായണം ഭജെ നാരായണം ലക്ഷ്മിനാരായണം ഭജെ നാരായണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ജന്മാഷ്ടമി ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.